ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് കാരമൽ പുഡിംഗ് ആണ് കേട്ടോ. ബ്രെഡ് കൊണ്ടാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 സ്ലൈസ് ബ്രെഡാണ്, ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് മിൽക്ക്. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാട്ടോ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രെഡൊക്കെ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാൻ കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടൈം എടുത്ത് മെല്ലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഷുഗർ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ആ ഷുഗർ കാരമലൈസ് ചെയ്തത് ഒഴിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതും പാല് തിളപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത ബ്രെഡ് സ്ലൈസസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പാല് നല്ല പോലെ തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാല് തിളക്കുന്നതിന് മുമ്പ് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാലൊക്കെ നല്ലപോലെ തിളച്ചതിന് ശേഷം ഓപ്ഷണലാണ് വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ട് കുറച്ച് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നേരത്തെ കാരമലൈസ് ചെയ്ത ഷുഗറില്ലേ അതിലേക്ക് ഇത് ഫുള്ളിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഇടുന്ന വീഡിയോ എൻ്റെ ഇന്ന് മിസ്സായിപ്പോയിട്ടോ. അപ്പം മെല്ലെ ഇട്ടിട്ട് നമ്മളിതാ അതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നല്ല ഒന്ന് ലെവലപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതിലേക്ക് ഒരു പാത്രം കമത്തി വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഡ്ഡലി തട്ടില്ലേ അതിൽക്കൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ലിഡ് കൊണ്ട് നല്ലപോലെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സാധനം അവിടെ സെറ്റായിട്ടുണ്ട്. പൊട്ടിപ്പോവാണ്ട് വേണം നമ്മളത് കമത്തിയിടാൻ. അപ്പം ഞാനതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ച് എന്നിട്ടാട്ടോ ഫ്ലിപ്പ് ചെയ്തെടുത്തത്. അപ്പം നമ്മുടെ പുഡിങ് ഇത്ര സിമ്പിൾ പണിയുള്ളൂ, ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ പുഡിങ് വളരെ സോഫ്റ്റാണ്, വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി, സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ, സി യു.